മലപ്പുറം വള്ളിക്കുന്നിൽ മഞ്ഞപ്പിത്തം പടരുന്നു. അത്താണിക്കലിൽ 284 രോഗികൾക്കും വള്ളിക്കുന്ന് മണ്ഡലത്തിൽ 459 രോഗികൾക്കും മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു. 15 വയസ്സുകാരി ഇന്നലെ മരിച്ചിരുന്നു. സ്കൂളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി സോണൽ കൃഷ്ണ ചേരുകയാണ്. സോണൽ, മഞ്ഞപ്പിത്തം വ്യാപകമായി പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടത് സ്കൂളുകളിലേക്ക് എത്തുന്ന കുട്ടികളെ ആണ്. കാരണം കുട്ടികൾ കൂടുതൽ സ്കൂളിൽ നിന്ന് കിട്ടുന്ന വെള്ളം കുടിക്കുന്നു, അല്ലെങ്കിൽ അതിലൂടെ മഞ്ഞപ്പിത്തം പടരുന്ന ഒരു സാഹചര്യവും കൂടി നിലനിൽക്കുന്ന അവസ്ഥയിൽ ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം സ്കൂളുകൾക്കും നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വള്ളിക്കുന്ന് മണ്ഡലത്തിലും പരിസര പ്രദേശങ്ങളിലുമാണ് ഇത്തരത്തിൽ മഞ്ഞപ്പിത്തം വ്യാപിക്കുന്ന ഒരു സ്ഥിതിയുള്ളത്. 500-ന് മുകളിൽ എത്തിയിട്ടുണ്ട് രോഗികളുടെ എണ്ണം എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന ഒരു അപ്ഡേറ്റ്. അത്താണിക്കലിൽ മാത്രം 284 രോഗികളുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു 15 വയസ്സുകാരി മഞ്ഞപ്പിത്തം മൂലം മരണപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പരിസര പ്രദേശങ്ങളിലെ, അതായത് പള്ളിക്കുന്ന് പരിസര പ്രദേശങ്ങളിലെ കണക്കുകൾ ഒന്ന് പരിശോധിച്ചാൽ ചേലേമ്പ്രയിൽ 38, പള്ളിക്കലിൽ 28, അത്താണിക്കലിൽ 284, മൂന്നിയൂരിൽ 99, തേഞ്ഞിപ്പാലം 15, പെരുവള്ളൂർ 8, കടലുണ്ടി നഗരത്തിൽ 4, നെടുവ 23, പരപ്പനങ്ങാടിയിൽ 29, തിരൂരങ്ങാടിയിൽ 27, നന്നമ്പ്ര 3 എന്നിങ്ങനെ 500-ൽ കൂടും കണക്കുകൾ എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. എന്തായാലും സ്കൂളുകൾക്ക് ഉൾപ്പെടെ കൃത്യമായിട്ട് ഒരു ജാഗ്രതാ നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. ഇത് പ്രതിരോധിക്കാൻ വേണ്ട നടപടികളെല്ലാം തന്നെ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും വ്യക്തി ശുചിത്വം കൃത്യമായിട്ട് തന്നെ ജനങ്ങൾ പാലിക്കണം. അത് ഒരു പരിധിവരെ ഈ രോഗവ്യാപനം തടയും എന്നുള്ളതാണ് DMO ഉൾപ്പെടെയുള്ള ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ദേവിക, സോണിലെ രോഗികളുടെ എണ്ണത്തിൽ ഇത്രയും വലിയൊരു വർധനവ് ഉണ്ടായിരിക്കുന്നതിനർത്ഥം ഈ മേഖലയിൽ ആരോഗ്യ വകുപ്പിന്റെ പ്രവർത്തനം വളരെ ദയനീയമായിരുന്നു എന്ന് തന്നെയാണ്. കാരണം കൃത്യമായ ഒരു കൗൺസിലിങ്ങോ മറ്റ് ബോധവൽക്കരണ പരിപാടികളോ അവിടെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും ദേവിയ, ഇതേ പോലൊരു സന്ദർഭം അത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലും ഉണ്ടായിരുന്നു. അത് മാസങ്ങൾക്ക് മുമ്പാണ് നിയന്ത്രണ വിധേയമായത് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഒരുപാട് 8ഓളം മരണങ്ങൾ സംഭവിക്കുന്ന ഒരു സ്ഥിതി നിലമ്പൂർ പ്രദേശത്ത് മാത്രം ഉണ്ടായി. ഇതിപ്പോൾ വള്ളിക്കുന്ന് മേഖലയിൽ, പരപ്പനങ്ങാടി വള്ളിക്കുന്ന് മേഖലയിൽ ഇത് വ്യാപിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആദ്യഘട്ടത്തിൽ തന്നെ ഒരു പരിധിവരെ കൃത്യമായ നടപടി സ്വീകരിക്കുകയായിരുന്നെങ്കിൽ ഒരു പരിധിവരെ രോഗികളുടെ ഈ വ്യാപനം അത് തടയാൻ വേണ്ടി കഴിയുമായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ ആരോഗ്യ വകുപ്പ് പ്രാഥമിക കാര്യങ്ങളിൽ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ടി വരും. അതിന്റെ ഫലമായിട്ട് തന്നെയാണ് ഇത്തരത്തിൽ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു പ്രതിരോധ സംവിധാനങ്ങൾ അത് കൊണ്ടുവരേണ്ടത് ഇത്തരത്തിൽ ആരോഗ്യ വകുപ്പ് തന്നെയാണ്. അതിനുവേണ്ട യോഗം കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു. MLA ഉൾപ്പെടെയുള്ളവർ അതിൽ പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ കൃത്യമായിട്ടൊരു നിർദ്ദേശം ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത പുലർത്തണം എന്നുള്ളത് തന്നെയാണ് അതിൽ പ്രാഥമികമായിട്ടും ആരോഗ്യ വകുപ്പ് നൽകുന്ന ഒരു നിർദ്ദേശം. ദേവിക, യെസ്, മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഞങ്ങളുടെ പ്രതിനിധി സോണൽ കൃഷ്ണ.